ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 209 ദിവസം. ശ്രീമന്നാരായണീയത്തിൽ 20 ദശകം ഋഷഭചരിത്രം, അതിൽ സമർപ്പണ ശ്ലോകമായ 10 ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുകയും അതിനുശേഷം മനനം എന്നുള്ള രീതിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ഇതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം പാടി നമുക്ക് ഭഗവത് പാദങ്ങളിൽ, ഭട്ടപാദ പാദങ്ങളിൽ സമർപ്പിക്കാം. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃതാംഗകുടകാചലേ ത്വം താപാൻ മമാപാകുരു വാതനാഥ. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരൻ പരം സ്വരൂപം ആപ്യ കുടകാചലേ ദവാഹൃതാംഗ വാതനാഥ ത്വം മമ താപാൻ അപാകുരു. ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരൻ. ശയുവ്രതം പെരുമ്പാമ്പിനെ പോലെ കിടക്കുക, അതേപോലെ പശുക്കൾ, മാനുകൾ, കാക്കകൾ ഇവയുടെ ജീവിത രീതി
വളരെ കാലം അനുഷ്ഠിച്ച് പരം സ്വരൂപം ആപ്യ, പരബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട്. ആര്? ഋഷഭദേവൻ. അപ്പോൾ ഋഷഭദേവൻ ഭൂമി മുഴുവൻ അവധൂതനായി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അദ്ദേഹം ഈ തരത്തിലുള്ള വ്രതങ്ങൾ, അജഗരവ്രതം, കാകവ്രതം തുടങ്ങിയ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു എന്നാണ്. എന്നിട്ടോ പരം സ്വരൂപമാപ്യ, പരബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് കുടകാചലേ ദവാഹൃതാംഗ അഭൂത്, കുടകപർവ്വതത്തിൽ, കുടകാദ്രിയിൽ, അവിടുന്ന് ആ കാട്ടുതീയിൽ ദഗ്ധനായി തീർന്നു. വലിയ കാട്ടുതീയുണ്ടായി. ആ കാട്ടുതീയിൽ, വനത്തിലുണ്ടായ വലിയ തീയിൽ തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള വാതനാഥാത്വം ഗുരുവായൂരപ്പ, അവിടുന്ന് മമ താപാൻ അപാകുരു, എൻ്റെ താപങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഋഷഭ ചരിത്രം കഴിഞ്ഞാൽ ഭരത ചരിത്രമാണ് ഭാഗവതത്തിൽ കാണുക. 7-ാമത്തെ അധ്യായം മുതൽ 15-ാമത്തെ അധ്യായം വരെ 9 അധ്യായങ്ങളിലൂടെയാണ് ജഡഭരത ചരിത്രം, ഭരതയോഗീശ്വരൻ്റെ കഥ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ വിശേഷമായിട്ടുള്ള ഭാഗമാണ്. എങ്കിലും പട്ടേരിപ്പാട് അതിനെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, നമുക്ക് കാണാൻ സാധിക്കും. ആഹാരത്തിന് പോലും ഉദ്യമിക്കാതെ ഒരിടത്ത് തന്നെ കിടക്കുക, അതാണ് പെരുമ്പാമ്പിനെ പോലെ ശയൂവ്രതം, അജകരവ്രതം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ശുദ്ധ്യാശുദ്ധി വിധി നിഷേധങ്ങൾ, ഇതിൽ നിന്നുള്ള നിവൃത്തിയാണ് മറ്റ് രീതിയിൽ പറഞ്ഞത്. പശുക്കൾ, മാനുകൾ, കാക്കകൾ, ഇതിനൊക്കെ ശുദ്ധാശുദ്ധങ്ങളില്ല, അല്ലെ, വിധി നിഷേധങ്ങളില്ല. ഇതേപോലെ ജീവിക്കുക എന്നുള്ളത് അവിടെ ഋഷഭദേവൻ സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം ഭാഷാഗാനത്തിലേക്ക് കടക്കാം. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേ ത്വം താപാൻ മമാപാകുരു വാതനാഥ. നാരായണ 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 ഋഷഭമൂർത്തേ. വിവിധ ജന്തുജാലത്തിൻ ജീവിതത്തെ അനുഷ്ഠിച്ചു വിശ്വദേവൻ പരബ്രഹ്മസ്വരൂപനായി. കുടകപർവ്വതത്തിങ്കൽ കാട്ടുതീയിൽ ദഗ്ധനായി. മുകുന്ദ നീ എൻ്റെ ദുഃഖം അകറ്റിടണേ. നാരായണ 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 ഋഷഭമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു ജിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.